വളരെയധികം മുടി കൊഴിച്ചിൽ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ ഹെയർ ഒട്ടും തന്നെ താഴേക്ക് വളരുന്നില്ല. അതേപോലെ തന്നെ മുരടിച്ച് വല്ലാതെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. വളരെ സിമ്പിളായ ഒരു ഓയിലാണ്. ഒന്നുമില്ല, വളരെ കുറച്ച് നമ്മളെ വീട്ടിലും നമ്മൾ കാണുന്ന കുറച്ച് ചെമ്പരത്തിയുടെ പൂവ്, അതുപോലെ തന്നെ ഉലുവ, ഉള്ളി, കറി ലീവ്സ്, കറിവേപ്പില, തുളസി ഇല, ഇങ്ങനെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു എണ്ണ തേച്ച് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ മുടി ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറച്ച് വളരെ ഇടതൂർന്ന മുടി, വളരെ ലെങ്തി ആയ ഒരു ഹെയർ കിട്ടുന്നല്ല, ഉള്ള മുടിയെ ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഞാനത് പരീക്ഷിച്ചതാണ്. എൻ്റെ ഹെയറും ഏകദേശം വളരെയധികം ഡാമേജ്ഡ് ആയ ഒരു ഹെയർ തന്നെയാണ്. അപ്പം അതിനെ ഞാൻ ഒരു പരിധി വരെയൊക്കെ നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്ക് പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാകാറുണ്ട്. PCOD പ്രശ്നങ്ങൾ കൊണ്ട്, തൈറോയ്ഡ് ഇഷ്യൂസ്, പിന്നെ നമ്മുടെ ശരീരം തന്നെ ഹോർമോണൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുവരാം, പല കാരണങ്ങൾ കൊണ്ടുവരാം. എല്ലാത്തിലും ഉപരി നമ്മൾ മുടിയെ കെയർ ചെയ്യാത്തത് കൊണ്ടും കൂടെ അങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് വളരുന്ന ഒരു കാര്യമാണ് ഹെയർ എന്ന് പറയുന്നത്. ഹെയർ നമുക്ക് എന്നും വളരും. പക്ഷെ അത് വളരാതെ സ്റ്റോപ്പായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കെയർലെസ് കൊണ്ട് മാത്രം സംഭവിച്ചൊരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെറുതായിട്ടൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള മുടിയെ ഒരുപാട് നീണ്ട വലിയൊരു എന്താ പറയുക, പനങ്കുല പോലത്തെ ഒരു മുടി കിട്ടുമെന്നുള്ളതല്ല, ഉള്ള ഹെയറിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാനായിട്ട്, കുറച്ചൊക്കെ ഭംഗിയായിട്ട് നമുക്കത് കൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. എണ്ണ എങ്ങനെയാണ് കാച്ചുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഒരു ഓയിലാണോ ഇത്? ഞങ്ങൾ എല്ലാ യൂട്യൂബിൽ കാണുന്നതാണല്ലോ, ഡെയിലി യൂട്യൂബ് തുറന്നാൽ ഇതൊക്കെയാണല്ലോ എന്ന് ചോദിക്കും. ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി, അപ്ലൈ ചെയ്യുന്നത് വളരെ കുറച്ച് മതി. ഒരുപാട് ഒരു ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ഹെയറിൽ എണ്ണ അപ്ലൈ ചെയ്യരുത്. പലർക്കും നീരിറക്കങ്ങൾ കാരണങ്ങൾ, അങ്ങനെയുള്ള പല സൈനസ് പോലെ പ്രോബ്ലംസിനൊക്കെ കാരണമാകും. പിന്നെ ഏറ്റവും ഉപരിയായിട്ട് പറയേണ്ടത്, നമ്മൾ കെയർ ചെയ്യുന്ന പോലെയാണ് ഹെയർ നമ്മളോട് തിരിച്ചും പ്രതികരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ, അതായത് നമുക്ക് വർക്കിംഗ് മൊമെൻറ്റ്സ് ആവാം, പല തിരക്കുകളിലാണ് നമ്മൾ ഓടി നടക്കുന്നത്. എല്ലാവർക്കും എപ്പോഴും സമയം കിട്ടിയെന്നിരിക്കില്ല. വെറുതെ നമ്മൾ TV കണ്ടിരിക്കുന്ന സമയങ്ങൾ, ഒരു ബുക്ക് വായിക്കുന്ന സമയങ്ങളിൽ ഒന്നും വേണ്ട, മൊബൈലിൽ നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം നമ്മുടെ ഈ കാണുന്ന ഫിംഗർ അത് നമ്മളൊന്ന് ചെറിയ മസാജ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഹെയറിൽ നഖം കൊണ്ടിട്ടല്ല, നമ്മുടെ ഈ ഫിംഗറിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, ടിപ്പ് ഭാഗം കൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും മുടിക്ക് നല്ല രീതിയിൽ തന്നെ മസാജ് കൊടുത്തുകൊണ്ടിരിക്കുക. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ 2 കൈകൾ കൊണ്ട് മുടിയിഴകളിൽ ഇതുപോലെ നല്ല രീതിയിൽ ഒരു ചെറിയ മസാജ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഹെയർ വളരാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിലേക്ക്, തലയോട്ടിയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മുടിയിലേക്കുള്ള രക്തയോട്ടം കൂടാനും അത് ഹെയറിൻ്റെ വളർച്ചയെ, ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. അതുകൂടെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. രാത്രി കിടക്കുന്ന സമയങ്ങളിൽ മുടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്കിട്ട് നല്ലൊരു പല്ലകന്ന ചീപ്പുണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു കോമ്പ് കൊണ്ട് നന്നായിട്ട് നമ്മൾ മുടി മുടിയിലുള്ള ടാങ്കിൾസ് എല്ലാം തന്നെ വൃത്തിയാക്കി വയ്ക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ മുടി എങ്ങനെയാണോ പിന്നിയിട്ടിട്ടാണോ കിടക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ കെട്ടി വെച്ചിട്ടാണ് കിടക്കുന്നത്, എങ്ങനെയാണെങ്കിലും അതിലെ ടാങ്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. രാത്രി സമയങ്ങളിലാണ് ഹെയർ കൂടുതൽ വളരുന്നത്. ആ സമയത്ത് മുടിയിൽ ടാങ്കിൾസ് ഇല്ലാതിരുന്നാൽ മുടി പെട്ടെന്ന് വളരാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുകൂടാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മസാജ് അത് ഡെയിലി തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് യോഗയിൽ നല്ലൊരു സ്റ്റെപ്പ്, അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് ബലയോഗ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് യോഗയിൽ നമ്മൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന ചെമ്പരത്തിയുടെ പൂവ്, 3-4 ചെമ്പരത്തിയുടെ പൂവ് എടുക്കുക. ഒരു സ്പൂൺ മാത്രം, വളരെ ചെറിയൊരു സ്പൂണിൽ നമ്മൾ കുറച്ച് ഉലുവ എടുക്കുക. നമ്മുടെ കറിവേപ്പില, വീട്ടിൽ കാണുന്ന കറിവേപ്പില 2 തണ്ട് കറിവേപ്പില, കുറച്ച് തുളസി ഇലകൾ, വളരെ കുറച്ച് മതി, ഒരു 10-12 തുളസി ഇല, 3-4 ചെറിയ ഉള്ളി എടുക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ലൊരു എണ്ണ തേച്ചെടുക്കാം. അതിന് നമുക്ക് വേറെ യാതൊരു നീരിറക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന്, കുളിക്കുന്നതിന് നമ്മൾ മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് തലയോട്ടിയെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകാതിരിക്കുക. ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കെമിക്കലായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഹെയറിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. സോപ്പ് ഉപയോഗിക്കാതിരിക്കുക, ഷാമ്പൂ ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് വളരുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ കെമിക്കലായിട്ടുള്ള എന്ത് യൂസ് ചെയ്താലും അതെപ്പോഴും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫലമായിരിക്കും നമുക്ക് കിട്ടുക. നമ്മുടെ തലയിൽ നമ്മൾ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവർ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ മാക്സിമം അപ്ലൈ ചെയ്യുക.
എല്ലാത്തിലുപരി നമ്മൾ ഹെയർ ഡെയിലി വാഷ് ചെയ്യാതിരിക്കുക. നമ്മൾ ആഴ്ചയിൽ 3 ദിവസം മാത്രം ഹെയർ വാഷ് ചെയ്യുക. മുടി നന്നായിട്ട് സൂക്ഷിക്കുക. പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കലും നമ്മൾ ചെറുപയർ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ, ഇതെല്ലാം കൂടെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി പാക്കായിട്ട് തേക്കുക. ഷാമ്പു മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡാമേജ് ആയ ഹെയറിനെ ഒരു പരിധിവരെ നമുക്ക് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ പറഞ്ഞു, ചെമ്പരത്തിയുടെ ഒരു പൂവ് 3-4 പൂവ് എടുക്കുക, കുറച്ചൊരു സ്പൂൺ ഉലുവ എടുക്കുക, നമ്മുടെ കറി ലീവ്സ്, അതുപോലെ തുളസിയില, കുറച്ച് ഉള്ളി, ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് എണ്ണ നമ്മൾ ചൂടാക്കാൻ വയ്ക്കുക, അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം അത് തിളച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ള മെത്തേഡെല്ലാം ഞാൻ കാണിച്ചു തരാം. നിങ്ങളതൊന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. ഈ ഒരു സമയത്ത് ഞാൻ വീണ്ടും പറയുകയാണ്, യാതൊരു തരത്തിലുള്ള കെമിക്കൽ സാധനങ്ങളും തേക്കാൻ പാടില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് മുടി ഇഴകളിലൂടെ ഇതുപോലെ നമ്മുടെ കൈവിരലുകൾ ഓടിച്ച് അതിലെ ടാങ്കിൾസ് റിമൂവ് ചെയ്യുക. അതിനുശേഷം മുടി കെട്ടി വയ്ക്കുക. കഴിവതും മുടി നമ്മൾ കെട്ടി വയ്ക്കുക. അഴിച്ചിടുന്നത് ഒരുപാട് കാറ്റ് പൊടിയെല്ലാം മുടിയിൽ കയറി കഴിഞ്ഞാൽ മുടി ആകെ വൃത്തികേടാകും. ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങളൊരു എഗ്ഗിൻ്റെ പാക്ക് എന്തായാലും ആഴ്ചയിൽ 1 ദിവസം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എന്നാണോ സമയം കിട്ടുന്നത് ആ ഒരു ദിവസം നമ്മുടെ ഒരു എഗ്ഗിൻ്റെ, ഒരു മുട്ടയുടെ വൈറ്റ് മാത്രം എടുക്കുക. അതിനകത്തേക്ക് 2-3 തുള്ളി, അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യുക, അതിൽ കൂടുതൽ ഒഴിക്കരുത്. നാരങ്ങ നീര് തേക്കുക. നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി ആ ഒരു പാക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഡാമേജ് ആയ ഒരു ഹെയറിന് ഞാനിപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ അതിൻ്റെ ആ ഒരു ഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയംസിൻ്റെ പ്രേക്ഷകരായ നിങ്ങളോടും കൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ലിങ്ക് എന്നെ അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജിൽ അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളത് കാണുമ്പോൾ വിചാരിക്കും, ഇതായിരുന്നു, ഇത് ഞങ്ങൾ ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ഈ പറയുന്നത് പോലെ മുടിയെ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ പല്ലങ്ങനെ ചീപ്പ് കൊണ്ട് നന്നായി ഹെയർ കോംബ് ചെയ്യുക. ഇതുപോലെ നമ്മൾ മസാജ് ചെയ്യുക. യോഗയുടെ ഒരു സ്റ്റെപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. എന്നിട്ട് അത് നിങ്ങൾ നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റം വിസിബിൾ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. വീഡിയോ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടോളൂ.